അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 7 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. ഒന്നാമത്തെ കാര്യം, നിന്നെ തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ തീയിലിട്ട് കരിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ തൂക്കുമരത്തിലേറ്റപ്പെട്ടാലും ശരി, അള്ളാഹുവിനോട് യാതൊരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുത്. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നമസ്കാരവും നീ ഉപേക്ഷിക്കരുത്. ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്നും പുറത്തു പോയവനായി. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കരുത്, കാരണം അത് അള്ളാഹുവിനെ കോപിഷ്ഠനാക്കും. നീ മദ്യപിക്കരുത്, കാരണം അത് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമാണ്. ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു, നിന്നെ തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ടാലും തീയിലിട്ട് കരിക്കപ്പെട്ടാലും ശരി, അള്ളാഹുവിനോട് യാതൊരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുത്. മനസ്സറിഞ്ഞ് നമസ്കാരം ഉപേക്ഷിക്കരുത്. ആരെങ്കിലും മനസ്സറിഞ്ഞ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ അമാനത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവായി പോയവനാകും. നീ മദ്യപിക്കരുത്, അത് എല്ലാ മോശത്തരങ്ങളുടെയും താക്കോലാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 10 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. നിന്നെ കൊല്ലപ്പെട്ടാലും കരിക്കപ്പെട്ടാലും ശരി, അള്ളാഹുവിനോട് യാതൊരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുത്. നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും നിന്റെ ധനം മുഴുവനും നീ ചെലവഴിക്കുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചാലും ശരി, അവരോട് നീ അനുസരണക്കേട് കാണിക്കരുത്. ഫർദായ നമസ്കാരം മനസ്സറിഞ്ഞ് ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. കാരണം മനസ്സറിഞ്ഞ് ആരെങ്കിലും ഫർദായ ഒരു നമസ്കാരം ഉപേക്ഷിച്ചാൽ അവനിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതായി പോകുന്നതാണ്. നീ ഒരിക്കലും മദ്യപിക്കരുത്, കാരണം അത് എല്ലാ നീചപ്രവൃത്തികളുടെയും ശിരസ്സാണ്. അള്ളാഹുവിനോട് എതിര് കാണിക്കാതെ നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം, കാരണം എതിര് പ്രവർത്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്നതാണ്. ജനങ്ങളെല്ലാം നശിച്ചാലും ശരി, യുദ്ധത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞോടരുത്. എവിടെയെങ്കിലും സാംക്രമിക രോഗങ്ങൾ ഉണ്ടായി ജനങ്ങൾക്ക് മരണം സംഭവിച്ചു കൊണ്ടിരുന്നാൽ അവിടെ തന്നെ നീ സ്ഥിരമായി നിൽക്കണം. നിന്റെ വീട്ടുകാർക്ക് നിന്റെ കഴിവനുസരിച്ച് ചെലവ് കൊടുക്കണം. അവരെ മര്യാദ പഠിപ്പിക്കുവാൻ വേണ്ടി അവരിൽ നിന്ന് നീ വടി ഉയർത്തരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവരെ നീ ഭയപ്പെടണം. വടി ഉയർത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിതാവ് ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്യുകയില്ല, ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്ന ധാരണ അവരിലുണ്ടാകത്തക്കവണ്ണം അശ്രദ്ധനായി കഴിയരുത് എന്നാണ്. ശരയ്യായ നിയമമനുസരിച്ചുള്ള ശിക്ഷയും ചിലപ്പോൾ കൊടുക്കണം.
ചിലപ്പോഴെല്ലാം അടി കൊടുക്കാതെ വെറും ശാസന കൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുന്നതല്ല. കൊല്ലപ്പെടുമെങ്കിലും അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത് എന്ന് പറഞ്ഞത് ഉയർന്ന നിലയാണ്. കാരണം മനസ്സിൽ ഈമാൻ ഉറച്ചതാണെങ്കിൽ കുഫറിൻ്റെ വചനം പറയാൻ അനുവാദമുണ്ട്. ഇപ്രകാരം ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന വിഷയത്തിൽ മാതാപിതാക്കളെ അനുസരിക്കണമെന്നതും ഉയർന്ന നിലയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളോട് അനുസരണ കാണിക്കുന്നതിൻ്റെ ഗൗരവമാണ് ഈ ഹദീസ് കാണിക്കുന്നത്. അതായത് അവരോട് നീ അനുസരണയുള്ളവനായിരിക്കണം. അവർ ആവശ്യപ്പെടുന്നത് നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കുക, സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യുക മുതലായ കടുത്ത കാര്യമാണെങ്കിലും ശരി. എന്നാൽ നിയമപരമായി അവന് ഭാര്യയെ ഉപേക്ഷിക്കാൻ നിർബന്ധമില്ല. അതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് കടുത്ത പ്രയാസമുണ്ടായാലും ശരി. ഇപ്രകാരം തന്നെയാണ് സമ്പത്തിൻ്റെ വിഷയമെന്ന് മിർക്കാത്തിൽ വിശദീകരിക്കുന്നു. ഇക്കാലത്ത് മക്കളോടുള്ള സ്നേഹാധിക്യത്താൽ രക്ഷാകർത്താക്കൾ അവർക്ക് ആദ്യമേ ശാസനകൾ നൽകി ഉണർത്താതിരിക്കുകയും അങ്ങനെ ദുഷിച്ച സ്വഭാവവും പ്രവൃത്തിയും അവരിൽ രൂഢമൂലമാകുമ്പോൾ സങ്കടപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവരെ ചീത്ത പ്രവൃത്തികളിൽ നിന്ന് തടുക്കാതിരിക്കുന്നതും അടികൊടുക്കുന്നത് സ്നേഹമില്ലായ്മയാണെന്ന് കരുതുന്നതും അവരോട് ചെയ്യുന്ന ഏറ്റവും കടുത്ത ദ്രോഹം തന്നെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിൻ്റെ പൊണ്ണ് പടർന്നു പിടിക്കുന്നെങ്കിൽ പിടിച്ചുകൊള്ളട്ടെ, ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കുകയില്ല, കുഞ്ഞിന് വേദനയുണ്ടാകുമെന്ന് പറയാറുണ്ടോ? ലക്ഷം പ്രാവശ്യം കുഞ്ഞ് കരഞ്ഞാലും ശരി, മുഖം ചുളിച്ച് ഓടിയാലും ശരി, ഓപ്പറേഷൻ ചെയ്യുക തന്നെ ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനേകം ഹദീസുകളിൽ 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, 10 വയസ്സാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാര വിഷയത്തിൽ കുട്ടികളെപ്പറ്റി പ്രത്യേക ശ്രദ്ധയുള്ളവരായിരിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുന്ന പതിവ് അവരിൽ ഉണ്ടാക്കുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. പിതാവ് മക്കളെ അടിക്കുന്നത് കൃഷിക്ക് വെള്ളം പോലെയാണെന്ന് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ തൻ്റെ മക്കളെ ശാസിക്കുക എന്നത് ഒരു സാഹ് ധാന്യം ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. തൻ്റെ വീട്ടുകാരെ ഉണർത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി വീട്ടിലൊരു വടി തൂക്കിയിട്ടിരിക്കുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. ഒരു പിതാവ് തൻ്റെ മക്കളെ നല്ല നടപടികൾ പരിശീലിപ്പിക്കുന്നതിലും ഉപരിയായി ഒരു നന്മയും ചെയ്യാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാമിഉ സഗീർ മുതലായ കിതാബുകളിൽ കാണുന്നു. അള്ളാഹു ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.